ലോകത്ത് ഏത് രാജ്യത്ത് ഒരു പ്രക്ഷോഭം നടന്നാലും അത് നോക്കിക്കൊണ്ട് അയ്യോ എന്നാണ് ഇന്ത്യയിൽ ഇതുപോലെ ഉണ്ടാവുക, എന്നാണ് ജനങ്ങൾ തെരുവിൽ നരേന്ദ്രമോദിയെ കൈകാര്യം ചെയ്യുക എന്നൊക്കെ സ്വപ്നം കണ്ട് നടക്കുന്ന ചില പ്രത്യേകതരം വിചിത്ര ജീവികൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട്. അതൊന്ന് സുഡാപ്പികളും മറ്റൊന്ന് കമ്മികളുമാണ്. അപ്പോൾ എവിടെ നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള ഏതെങ്കിലും രാജ്യങ്ങളിൽ, അത് ബംഗ്ലാദേശ് ആവട്ടെ, പാകിസ്ഥാൻ ആവട്ടെ, ശ്രീലങ്ക ആവട്ടെ, ഇപ്പോൾ നടക്കുന്ന നേപ്പാൾ ആവട്ടെ, ഇവിടുത്തെ വാർത്തകളൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ വാർത്തകൾക്കൊക്കെ താഴെ കമൻറ്റായിട്ടും അല്ലെങ്കിൽ അവർ വ്യക്തിപരമായിട്ട് പോസ്റ്റായിട്ടും ഒക്കെ ഇടുന്ന അവരുടെ ഒരു സ്വപ്നമുണ്ട്, ഇതുപോലെ ഇന്ത്യയിൽ വന്നിരുന്നുവെങ്കിൽ എന്നാണ് ജനങ്ങൾ തെരുവിൽ നരേന്ദ്രമോദിയെയും RSSനെയും മറ്റു മന്ത്രിമാരെയൊക്കെ ഇതുപോലെ കൈകാര്യം ചെയ്തത് എന്ന്. പക്ഷേ ഇവർക്കാർക്കും ചരിത്രം അറിയില്ല കേട്ടോ. ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ രണ്ട് കൂട്ടരെയാണ് ജനങ്ങൾ ഈ രീതിയിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതൊന്ന് കമ്മ്യൂണിസ്റ്റുകളാണ്, മറ്റൊന്ന് ഈ പറയുന്ന പോലെ തന്നെ മുസ്ലിം ഏകാധിപതികളാണ്. ഇത് ഗദ്ദാഫി അടക്കമുള്ള ഒരുപാട് നേതാക്കളെ നമുക്ക് ഈ ചരിത്രം നോക്കിയാൽ അറിയാൻ പറ്റും. ഏകാധിപതികളായിട്ടുള്ള 40-45 വർഷമൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഏകാധിപത്യ രീതിയിൽ ഭരിച്ചുകൊണ്ടിരുന്നവരൊക്കെയാണ് ജനരോഷത്തിൽ അവരുടെ അധികാരം നഷ്ടപ്പെട്ടു, ചിലരെയൊക്കെ തല്ലിക്കൊന്നു. ഏറ്റവും ഒടുവിലായിട്ട് നമ്മുടെ അഫ്ഗാനിസ്ഥാനിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസിഡൻ്റായിരുന്ന നജീബുള്ള എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, റഷ്യ പ്രതിഷ്ഠിച്ച പ്രസിഡൻ്റായിരുന്നു അവിടുത്തെ. അയാളെ താലിബാൻ ഓടിച്ചിട്ട് പിടിച്ച് തല്ലിക്കൊന്ന് വിളക്കുകാലിൽ കെട്ടിത്തൂക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ ചരിത്രത്തിലുള്ളതാണ്. ജനങ്ങൾ ഇതുപോലെ പ്രതിഷേധിക്കുകയും പ്രക്ഷോഭം നടത്തുകയും ഓടിച്ചിട്ട് തല്ലിക്കൊല്ലുകയൊക്കെ ചെയ്തിട്ടുള്ളത് രണ്ടേ കൂട്ടരെയാണ്. ഒന്ന് കമ്മ്യൂണിസ്റ്റുകളെയും ഒന്ന് ഈ ഇസ്ലാമിക ഏകാധിപതികളെയും. ഈ സത്യം മറച്ചു വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഇത് കണ്ടില്ല എന്ന് നടിച്ചിട്ടാണ് ഇവർ ജനാധിപത്യ രാജ്യത്തും ഇതുപോലുള്ള സംഗതികളൊക്കെ വരും. അപ്പോൾ നേപ്പാൾ ജനാധിപത്യ രാജ്യമല്ലേ എന്ന് ചോദിച്ചാൽ ആണ്, പക്ഷേ അവിടെ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. ചൈന മോഡൽ ഏകാധിപത്യത്തിലേക്കൊക്കെ ഉള്ള ശ്രമമായിരുന്നു. അതാണിപ്പോൾ എല്ലാം അടപടലെ തേഞ്ഞു പോയിരിക്കുന്നത്. പക്ഷേ ഇവർ ഈ സ്വപ്നമൊക്കെ കണ്ടുകൊണ്ട് ഈ കമൻറ്റും മറ്റുമൊക്കെ ഇട്ടിട്ട് കൈരളി ചാനലും ഈ ദേശാഭിമാനിയൊക്കെ കാണുന്ന ആ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അവസ്ഥയെന്ന് ഓർത്തു നോക്കിയേ. നേപ്പാളിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരെ തെരുവിലൂടെ ജനങ്ങൾ വലിച്ചടിച്ചുകൊണ്ട് പോവുകയാണ്. ഒരു പക്ഷേ അവർ ചിലപ്പം ചിലരെയൊക്കെ തല്ലിക്കൊന്നിരിക്കും. ഏത് മന്ത്രിമാരെ? ആരുടെ മന്ത്രിമാരെ? കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരെയാണ് തെരുവിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ബംഗ്ലാദേശിലാണെങ്കിലും അവിടുത്തെ ഇസ്ലാമിക നേതാവായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിക്കാണ് ആ രാജ്യത്ത് നിന്ന് ഒളിച്ചോടേണ്ടി വന്നത്. ഇപ്പോൾ ഇതാ കമ്മ്യൂണിസ്റ്റ് പ്രധാനമന്ത്രിക്ക് നേപ്പാളിൽ നിന്ന് ഒളിച്ചോടേണ്ടി വരികയാണ്. അപ്പോൾ ഈ യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യമായിട്ട് തന്നെ നിൽക്കുമ്പോഴും ഇവിടെ നിന്ന് ചില വിചിത്ര സ്വപ്ന ജീവികൾ ഇത് എപ്പോഴാണ് ഇന്ത്യയിൽ വരിക, എപ്പോഴാണ് ജനം നരേന്ദ്രമോദിയെ ഇതുപോലെ കൈകാര്യം ചെയ്യുക എന്ന് വെറുതെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. നരേന്ദ്രമോദിക്ക് പിന്നിൽ രാഷ്ട്രീയമൊന്നുമില്ലാത്ത ജനങ്ങളും അതേപോലെ തന്നെ ഏതാണ്ട് 10 കോടിക്ക് മുകളിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി അംഗങ്ങളുമുണ്ട് എന്ന് ഓർക്കുക. നിൻ്റെയൊക്കെ സ്വപ്നമായിട്ട് തന്നെ അവശേഷിക്കത്തുള്ളൂ. അതുമാത്രമല്ല, ഇവിടെ നമ്മൾ ഭാഷാപരമായിട്ടാണ് ഓരോ സംസ്ഥാനങ്ങൾ തന്നെ നമ്മുടെ ഈ രാജ്യത്തുള്ളത്. അതിനാൽ എല്ലാ സംസ്ഥാനത്തെ ആളുകളെ ഇതേപോലെയൊക്കെ ഒത്തൊരുമിച്ച് കൊണ്ടൊന്നും ഒരു പ്രക്ഷോഭമൊന്നും നടത്തി വിജയിപ്പിക്കാനൊന്നും ഒരിക്കലും ഇന്ത്യ പോലൊരു രാജ്യത്ത് പറ്റില്ല. അത് ഒന്നുകിൽ എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ആശയമായിരിക്കണം മുന്നോട്ട് വെക്കേണ്ടത്. അത് കമ്മ്യൂണിസ്റ്റിന് ഒരിക്കലും ഇല്ല. കമ്മ്യൂണിസ്റ്റുകാർക്ക് അത് പറ്റാത്ത കാര്യമാണ്. കാര്യം അവർക്ക് ഇന്ത്യയുടെ സംസ്കാരം എന്താണ് എന്ന് 100 വർഷം കഴിഞ്ഞിട്ട് പോലും അവർക്ക് ഇതുവരെ പിടിയിട്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് എല്ലാ സംസ്ഥാനത്തെ ആളുകളെ ഒരുമിപ്പിക്കാൻ അവർക്ക് പറ്റുന്നത്? ഇസ്ലാമിസ്റ്റുകൾക്ക് പറ്റില്ല. അത് കുറച്ചെങ്കിലും പറ്റുക BJPക്കും RSSനും മാത്രമാണ്. അപ്പോൾ അവർ ഇവിടെ ഇത്രയും ശക്തമായിട്ട് നിൽക്കുന്ന ഒരു രാജ്യത്ത് ഇതേപോലെ ഒരു കലാപം ഉണ്ടാക്കി കളയാമെന്ന് നിങ്ങളുടെ സ്വപ്നമുണ്ടല്ലോ, അത് സ്വപ്നമായിട്ട് മാത്രം അവശേഷിക്കുകയുള്ളൂ. മാത്രമല്ല, ജനങ്ങളിങ്ങനെ കൈകാര്യം ചെയ്യുകയും ഓടിച്ചിട്ട് തല്ലിക്കൊല്ലുകയും ചെയ്തിരിക്കുന്നത് നിങ്ങളുടെയൊക്കെ നേതാക്കളെയും നിങ്ങളുടെയൊക്കെ മത നേതാക്കളെയും ഭരണാധികാരികളെയും മാത്രമാണ് എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും നീയൊക്കെ മനസ്സിലാകും. നിൻ്റെയൊക്കെ അവസ്ഥ ഓർക്കുമ്പോൾ ശരിക്കും സഹതാപമുണ്ട്. നീയൊക്കെ കൈരളി തുറന്നാലും കാണുന്നത് നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റുകാരെ ഓടിച്ചിട്ട് തല്ലിക്കൊല്ലുന്നതാണ്. അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് അവസ്ഥ. ശത്രുക്കൾക്ക് പോലും ഈ ഗതി വരുത്തരുത് എന്നേ പറയാനുള്ളൂ.